ഈ വർഷത്തെ കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് വ്യാഴാഴ്ച മുതൽ തുടക്കം കുറിക്കും. ദാശരഥി ക്ഷേത്രങ്ങളിൽ പ്രഥമ ക്ഷേത്രമായ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും നാലമ്പല തീർത്ഥാടകരെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ക്ഷേത്രത്തിന് മുൻവശത്തെ നടപ്പന്തലിൽ ഭക്തർക്ക് വരി നിൽക്കാനായുള്ള കൈവരികളുടെ നിർമ്മാണം പൂർത്തിയായി. ക്ഷേത്ര മതിൽക്കകത്ത് മഴ നനയാതെ ദർശനത്തിനായി മതിയായ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി കാത്തുനിൽക്കുന്നതിനുള്ള പടുകൂറ്റൻ പന്തലുകളും കൈവരികളും ഒരുക്കി കഴിഞ്ഞു. വടക്കേ നടയിൽ ഫ്ലൈ ഓവർ, പ്രസാദ കൗണ്ടർ, നിവേദ്യവും വഴിപാടുകളും ഷീട്ടാക്കാനുള്ള സ്പെഷ്യൽ കൗണ്ടറുകൾ, മൊബൈൽ കൗണ്ടർ സൗകര്യം, ദേവസ്വം, ക്ഷേത്ര ദർശനം, പുസ്തകശാല, സനാതന ധർമ്മ പാഠശാലയുടെ രാമായണ പാരായണ പ്രഭാഷണവേദി എന്നിവ പൂർത്തിയായി വരികയാണ്. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്ക് പുലർച്ചെ മുതൽ ചുക്കുവെള്ളം, ചുക്കുകാപ്പി എന്നിവയുടെ വിതരണവും നടത്തും. ക്ഷേത്രം ഊട്ടുപുരയിൽ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും. സർക്കാരിന്റെ പ്രത്യേക KSRTC ബസ്സുകൾ ഇത്തവണയും നിർദ്ദിഷ്ട സമയങ്ങളിൽ ദിവസവും രാവിലെ മുതൽ നാലമ്പല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം സർവീസ് നടത്തും. പോലീസിന്റെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സേവനം രാമായണ മാസത്തിൽ ഭക്തർക്ക് വേണ്ടി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ മുഖമണ്ഡപത്തിൽ സുന്ദരകാന്ഡ പാരായണം, തൃശൂർ ബ്രഹ്മസ്വം മഠത്തിൽ നിന്നുള്ള വൈദികർ ചൊല്ലുന്ന ഋഗ്വേദ മുറജപം എന്നിവയും ഉണ്ടായിരിക്കും. തിരക്കേറിയ തൃശൂർ ചേർപ്പ് തൃപ്രയാർ റോഡിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് മൂലമുള്ള ഡൈവേർഷനുകളും കുണ്ടുകളും കുഴികളും ഇക്കുറി നാലമ്പല തീർത്ഥാടകരെ കാര്യമായി പ്രതികൂലമായി ബാധിക്കുമെന്നത് തീർച്ചയാണ്. അകലെ നിന്നെത്തുന്ന വാഹനയാത്രികർക്ക് ഇത് വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരുടെ വാഹനങ്ങൾ പോളി ജംഗ്ഷന് ഇരുഭാഗത്തേക്കുമായി ഒതുക്കി നിർത്തും. നാട്ടുകാരുടെ സഹകരണത്തോടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലും ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്ന് തൃപ്രയാർ ക്ഷേത്രം മാനേജർ മനോജ് K. നായർ പറഞ്ഞു.